അങ്ങനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ? എനിക്ക് മാധ്യമങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇല്ലാത്തൊരു കാര്യം ഞങ്ങളെല്ലാം നിൽക്കുമ്പോഴല്ലേ ഊതി വീർപ്പിക്കണത്. ഞങ്ങളെ സമയം വളരെ വൈകിയപ്പോൾ ഷാഫി പറമ്പിൽ MP ആണ് പറഞ്ഞത്, ഇനി പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി, വേഗം പോട്ടെ. ഞാൻ ഇന്നലത്തെ അവസാനത്തെ ബാലുശ്ശേരിയിലെ പരിപാടി എൻ്റെ അവസാനിക്കുന്നത് 9:58 എൻ്റെ പ്രസംഗം അവസാനിക്കുന്നത്. ഞാൻ ഒരു വിധത്തിലാണ് കാരണം ഈ തിരക്ക് കാരണം, ജാഥയിലെ ആളുടെ പ്രശ്നവും കാരണം, ഒരുപാട് ആളുകൾ കാരണം നമുക്ക് പല സ്ഥലത്തും ഉദ്ദേശിച്ച സമയത്ത് തീർന്നു പോകാൻ പറ്റില്ല. അപ്പോൾ കുറ്റ്യാടിയിലെത്തിയപ്പോഴേക്കും എല്ലാവരും ഇത് ചെയ്തു. അപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞു, നിർബന്ധമായിട്ട് പറഞ്ഞു, പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി, ഞാൻ സംസാരിക്കുന്നില്ല, വേഗം തീർക്കെന്ന് പറഞ്ഞു. അപ്പോൾ പ്രമോദ് പറഞ്ഞു, ഇല്ല ഷാഫി സംസാരിച്ചേ പറ്റുള്ളത് പറഞ്ഞു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പ്രമോദിനെ പിടിച്ചു മാറ്റിയ ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഒരു വാർത്തയും കൂടി കൊടുത്തു. എന്താണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ വീണുപോയത്? എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത്? നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. മുല്ലപ്പള്ളി രാമേന്ദ്രൻ എഴുന്നേറ്റ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം സീറ്റിലേക്ക് ഇരുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു പ്രധാനപ്പെട്ട മാധ്യമം മുല്ലപ്പള്ളി രാമേന്ദ്രൻ വീണു എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തു. ഞാൻ പ്രസംഗിച്ചപ്പോൾ സീറ്റിലേക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. എന്തിനാണ്? നിങ്ങൾക്കറിയാലോ ആ ജാഥ ഇന്നലെ എന്തായിരുന്നെന്ന്. അതിൻ്റെ അസൂയ പൂണ്ട കുറേ ആളുകൾ അതിൻ്റെ ആ ജാഥ ഞാൻ പറയണത് ശരിയല്ല, ഞാൻ നയിച്ച ജാഥയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ചാനലുകളും എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നിങ്ങൾക്കറിയായിരുന്നല്ലോ. നിങ്ങൾ എത്രയോ ജാഥകൾ റിപ്പോർട്ട് ചെയ്ത ആളുകളും എത്രയോ ജാഥകൾ കണ്ട ആളുകളുമാണ്. ഞങ്ങൾ എത്രയോ ആയിരക്കണക്കിന് വോട്ടിന് തോറ്റ സീറ്റുകളിൽ ആ നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഇന്നലെ ജാഥ വന്നപ്പോൾ എന്തായിരുന്നു ജാഥയെന്ന് നിങ്ങൾ വിലയിരുത്തും. ആ ജാഥയുടെ പ്രാധാന്യം ഞങ്ങൾ കാസർഗോഡും കണ്ണൂരിലെ ഞങ്ങൾ 60,000 വോട്ടിന് തോട്ടം മട്ടന്നൂരിൽ ഉൾപ്പെടെയുള്ള ജാഥ എന്തായിരുന്നു എന്ന് കേരളം വിലയിരുത്തുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ഇല്ലാത്തൊരു കാര്യം ഊതി വീർപ്പിച്ച് ഒരു നെഗറ്റീവ് വാർത്ത, അത് ശരിയല്ല. എന്തിനാ ജാഗ്രത? ആരെ തടഞ്ഞ്? എൻ്റെ ദീപകെ ഇല്ലാത്ത സാധനം ഉണ്ടാക്കല്ലേ, ഇല്ലാതെ. അതായത് എന്നെ പ്രസംഗിപ്പിച്ചു പരിപാടി അവസാനിപ്പിക്കാൻ ഞാൻ പ്രസംഗിക്കുന്നില്ല എന്നൊരാൾ. ഇപ്പം രാജുമോൻ ഉണ്ണിത്താൻ കാസർഗോഡ് പറഞ്ഞു, ഞാൻ സംസാരിച്ചാൽ സമയത്ത് തീരില്ല, എൻ്റെ സംസാരം നിനക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞ് എന്നോട്. പുള്ളി പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല, സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കും. അത് തന്നെ ഷാഫിയും പറഞ്ഞു, ഇവിടെ ഞാൻ സംസാരിക്കുന്നില്ല, സമയം വൈകി എന്ന് പറഞ്ഞു. അപ്പോൾ പ്രമോദ് പറഞ്ഞു സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പ്രമോദിനെ നിർബന്ധിച്ച് നീ അവിടെ പോയിരിക്കണ, പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ എന്ന് പറയും. ഇതൊക്കെ ഒരു കുടുംബത്തിലുണ്ടാകുന്ന പോലെ, വീട്ടിലുണ്ടാകുന്ന പോലത്തെ കാര്യമല്ലേ?